ഹായ് എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഓഡിയോ ക്ലാസ്സാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ബാക്കി ടോപ്പിക്ക് നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് നമ്മളടുത്ത് നോക്കുന്നത്. 1 കിലോഗ്രാം യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തെയാണ് നമ്മൾ വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 1 കിലോഗ്രാം യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത. അപ്പോൾ നമ്മുടെ വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്താണ്ട് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ഏതാണ്? നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ഏത്? അത് നമ്മുടെ ജലമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ റേഡിയേറ്ററിലൊക്കെ നമ്മുടെ ജലം ഉപയോഗിക്കുന്നത്, കാറിൻ്റെ റേഡിയേറ്ററിലൊക്കെ. ഓക്കെ ആണല്ലോ. അപ്പോൾ വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. വിശിഷ്ട താപധാരിത കൂടിയ വസ്തു നമ്മുടെ ജലമാണ്. അപ്പോൾ ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 4200 ആണ്. അപ്പോൾ നമ്മുടെ ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 4200 ആണ്. ഇരുമ്പിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? ഇരുമ്പിൻ്റെ 460 ആണ്. അപ്പോൾ ഇരുമ്പിൻ്റെ വിശിഷ്ട താപധാരിത 460. അലുമിനിയത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 900 ആണ്. അപ്പോൾ നമ്മുടെ അലുമിനിയത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 900 ആണ്. ചെമ്പിൻ്റെ വിശിഷ്ട താപധാരിത 400 ആണ്. അപ്പോൾ ചെമ്പിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? അത് 400 ആണ്. ഗ്ലാസിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 670 ആണ്. അപ്പോൾ ഗ്ലാസിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 670 ആണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 420 ആണ്. ഇരുമ്പിൻ്റെ വിശിഷ്ട താപധാരിത 460 ആണ്. അലുമിനിയത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? അത് 900 ആണ്. ചെമ്പിൻ്റെ വിശിഷ്ട താപധാരിത 400 ആണ്. ഗ്ലാസിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 670 ആണ്. അടുത്ത് നമ്മൾ ദ്രവീകരണ ലീനതാപം അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. 1 ഗ്രാം മാസുള്ള വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപത്തെയാണ് നമ്മൾ ദ്രവീകരണ ലീനതാപം അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഗ്രാം മാസുള്ള വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവക അവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപത്തെയാണ് എന്തെന്ന് പറയുന്നത്? ദ്രവീകരണ ലീനതാപം അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഐസിൻ്റെ ദ്രവീകരണ ലീനതാപം എത്രയാണ്? അത് 80 കലോറിയാണ്. അപ്പോൾ നമ്മുടെ ഐസിൻ്റെ ദ്രവീകരണ ലീനതാപം എത്രയാണ്? 80 കലോറിയാണ്. അടുത്ത പോയിന്റ്, ബാഷ്പീകരണ ലീനതാപം ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ എന്താണ് ബാഷ്പീകരണ ലീനതാപം എന്ന് നോക്കാം. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ 1 ഗ്രാം ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപത്തെയാണ് എന്തെന്ന് പറയുന്നതാ? ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ 1 ഗ്രാം ദ്രാവകം എന്ത് ചെയ്യുന്നു? അത് വാതകാവസ്ഥയിലേക്ക് മാറുന്നതിന് ആവശ്യമായ താപത്തെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അടുത്ത്, ബാഷ്പീകരണം സംഭവിക്കുന്നതിന് ദ്രാവക തന്മാത്രകൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുന്നതിന് ആവശ്യമായ ഊർജം നൽകണം. അപ്പോൾ ഈ ഒരു ബാഷ്പീകരണം സംഭവിക്കുന്നതിന് എന്ത് ചെയ്യണം? ദ്രാവക തന്മാത്രകൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുന്നതിന് ആവശ്യമായ എന്ത് നൽകണം? ഊർജം നൽകണം. അപ്പോൾ നമ്മുടെ മുമ്പ് പറഞ്ഞ ദ്രവീകരണ ലീനതാപത്തെ അതേ ചോദ്യം തന്നെ നമ്മുടെ ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? 840 കലോറിയാണ്. അപ്പോൾ നമ്മുടെ ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? 840 കലോറിയാണ്. അപ്പോൾ നമ്മുടെ ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 4200 ആണ്. ജലത്തിൻ്റെ ദ്രവീകരണ ലീനതാപം 80 കലോറിയാണ്.
ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? അത് 840 കലോറിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത്, വാതകങ്ങളെ മർദ്ദം പ്രയോഗിച്ച് അല്ലെങ്കിൽ ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റുവാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മർദ്ദത്തെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാതകങ്ങൾ എന്ത് ചെയ്യുന്നു? മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റുവാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മർദ്ദത്തെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മളെ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. നമ്മുടെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, വീടുകളിൽ ഉപയോഗിക്കുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? ലിക്വിഫൈഡ് ആക്കുന്നത്. നമ്മുടെ ആ ഒരു ഗ്യാസ് ഒന്ന് കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലിക്വിഡാണല്ലോ, അത് പുറത്ത് വരുമ്പോഴാണ് എന്താവുന്നത്? അത് ഗേഷ്യസ് സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റുവാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മർദ്ദത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതാ? ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഊഷ്മാവിന് താഴെ വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റുവാൻ കഴിയുന്ന ഊഷ്മാവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞത് ക്രിട്ടിക്കൽ പ്രഷറാണ്, ഇപ്പോൾ പറയുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ്. ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുമ്പോൾ വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റുവാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മർദ്ദത്തെയാണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഊഷ്മാവിന് താഴെ വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റുവാൻ കഴിയുന്ന ഊഷ്മാവിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിനുദാഹരണം പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 311 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണ്? 311 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത്, ഉത്പതനം, സബ്ലിമേഷൻ. ഇത് നമുക്കറിയാമെന്നുള്ളതാണ്, നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്നതാണ്. എന്താണ് ഉത്പതനം, എന്താണ് സബ്ലിമേഷൻ? ഇത് രണ്ടും ഒന്നാണ്. പദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമായി മാറാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഉത്പതനമെന്ന് പറയുന്നത്. അപ്പോൾ പദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ അത് നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനമെന്ന് പറയുന്നത്. അതിനുദാഹരണം എന്തെന്ന് പറയാം? നമ്മുടെ കർപ്പൂരം. കർപ്പൂരം നേരെ വെള്ളമായിട്ടാണോ വാതകമാകുന്നല്ലോ? കർപ്പൂരം നേരെ കർപ്പൂരത്തിൻ്റെ ആ ഒരു ദ്രാവക ഫോമിൽ നിന്ന് നേരെ വാതക ഫോമാണ് ആകുന്നത്. അതേപോലെ തന്നെ അയഡിന്, ഡ്രൈ ഐസ്, ഇതൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ആ ഒരു ഖര രൂപത്തിലാണ് അതിരിക്കുന്നത്. അത് നേരെ എന്താകുന്നു? അത് നേരെ വാതകം ആകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു കർപ്പൂരം ഖരരൂപത്തിലിരിക്കുന്നത് നേരെ വാതകമാകുന്നു, അയഡിൻ ഖരരൂപത്തിലിരിക്കുന്നു നേരെ വാതകമാകുന്നു, ഡ്രൈ ഐസ് എന്താണ് ചെയ്യുന്നത്? അതും ഖരരൂപത്തിലിരിക്കുന്നു, നേരെ നമ്മളെ ദ്രാവകമാകാതെ നേരെ എന്താവുന്നു? വാതകമായി മാറുന്നു. ഇതിനെയാണ് നമ്മൾ ഉത്പതനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഡ്രൈ ഐസ് അഥവാ ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. അറിയാമെന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രൈ ഐസ് അല്ലെങ്കിൽ എന്താണ്? ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. പുകപടലമായ ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മുടെ ഡ്രൈ ഐസ് ഉപയോഗിക്കുന്നത്. ഈ നമ്മുടെ സിനിമ സെറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഡ്രൈ ഐസ് ആണ്. മനസ്സിലായല്ലോ? ഈ ഒരു പുകമഞ്ഞൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സാധനം എന്താണ്? ഖരാവസ്ഥയിലുള്ള സാധനമാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ എന്താണ്? ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഉത്പതനത്തിന് അല്ലെങ്കിൽ സബ്ലിമേഷന് ഉദാഹരണം പറയുന്നത്. അടുത്ത് പറയുന്നത് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. എന്താണ് ദ്രവണാങ്കം എന്ന് നമുക്ക് നോക്കാം. സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് അതിൻ്റെ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ മർദ്ദത്തിൽ, നോർമൽ പ്രഷറിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഐസിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഐസിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ ഐസിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, 273 കെൽവിനാണ്. അപ്പോൾ ഐസിൻ്റെ ദ്രവണാങ്കം എല്ലാവർക്കും അറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിൻ്റെ കെൽവിൻ ടെമ്പറേച്ചർ എത്രയാണ്? 273 കെൽവിനാണ്. ഇത്രയേ ഉള്ളൂ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത മെൽറ്റിംഗ് പോയിൻ്റ് പറയുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് എന്ത് പറയണം? ബോയിലിംഗ് പോയിൻറ്റും പറയണം. തിളനിലയാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് നമ്മുടെ
തിളനില എന്ന് പറയുന്നത്. ഇതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ സാധാരണ ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണെന്ന് പറയുന്നത് അതിൻ്റെ തിളനില എന്ന് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ജലത്തിൻ്റെ തിളനില എത്രയാണ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മുടെ ജലത്തിൻ്റെ തിളനില എത്രയാണ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് നോക്കേണ്ട പോയിന്റ് ജ്വലന ഊഷ്മാവ് അല്ലെങ്കിൽ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്താണെന്നാണ്. എന്താണ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ജ്വലന ഊഷ്മാവ്? ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ, അപ്പോൾ എന്തിനും നമുക്കൊരു ജ്വലനത്തിനൊരു സ്രോതസ്സ് വേണം, എന്നാൽ ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മൾ ജ്വലന ഊഷ്മാവെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ തന്നെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ജ്വലന ഊഷ്മാവെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ ജ്വലന ഊഷ്മാവ്. അടുത്ത പോയിന്റ് നമ്മുടെ ഫ്ലാഷ് പോയിൻ്റാണ്. എന്താണ് ഫ്ലാഷ് പോയിൻ്റ്? കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം, അത് വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം, അത് വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിനു വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിനു വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്ത പോയിൻ്റ് ശ്രദ്ധിക്കുക. ഫ്ലാഷ് പോയിൻ്റ് കുറഞ്ഞ ദ്രാവകങ്ങൾ തീ അപായ സാധ്യത കൂടിയവയാണ്. അപ്പോൾ നമ്മൾ ഫ്ലാഷ് നമ്മൾ MSDS ഒക്കെ നമുക്ക് വരുന്ന ഇതിൽ പഠിക്കാം. ഫ്ലാഷ് പോയിൻ്റ് കുറഞ്ഞ ദ്രാവകങ്ങൾ എന്താണ്? തീ അപായ. ഇപ്പോൾ ഒരു ലിക്വിഡിന് ഫ്ലാഷ് പോയിൻ്റ് കുറവാണെങ്കിൽ എന്താണ്? അത് നല്ല വൃത്തിയായിട്ട് കത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ഫ്ലാഷ് പോയിൻ്റ് കുറഞ്ഞ ദ്രാവകങ്ങൾ എന്താണ്? തീ അപായ സാധ്യത കൂടിയവയാണ് എന്ന് മനസ്സിലാക്കണം. ഫ്ലാഷ് പോയിൻറ്റിനേക്കാൾ കുറഞ്ഞ ഊഷ്മാവിൽ ഇവ സംഭരിച്ച് അപകട സാധ്യത കുറയ്ക്കാം. അപ്പോൾ ഫ്ലാഷ് പോയിൻ്റ് കുറഞ്ഞ ദ്രാവകങ്ങൾ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യും? തീ കത്തും. അല്ലെങ്കിൽ അപായ സാധ്യത കൂടിയതാണ് ഫ്ലാഷ് പോയിൻ്റ് കുറഞ്ഞ ദ്രാവകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഫ്ലാഷ് പോയിൻറ്റിനേക്കാൾ കുറഞ്ഞ ഊഷ്മാവിൽ എന്ത് ചെയ്യാം? ഇവ സംഭരിച്ച് എന്ത് ചെയ്യാം? അപകട സാധ്യത കുറയ്ക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത പോയിൻ്റാണ് ഫയർ പോയിൻ്റ്. എന്താണ് ഫയർ പോയിൻ്റ്? കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകവും അല്ലെങ്കിൽ വാതകം, അത് വായുവും ചേർന്ന മിശ്രിതമായിരിക്കും. അതെന്താണ്? ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ തുടർച്ചയായി കത്തിപ്പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മൾ ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ മിന്നൽ മാത്രയിൽ കത്തുന്നതിനെയാണ് നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ കത്തിയണയും, അതാണ് നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഫയർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ തുടർച്ചയായി കത്തിപ്പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മൾ ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫയർ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ തുടർച്ചയായി കത്തിപ്പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മൾ ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. എന്നാൽ ഫയർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? തുടർച്ചയായി കത്തിപ്പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മൾ ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് താപപ്രസരണ രീതി അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. അപ്പോൾ ആദ്യം പറഞ്ഞത് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെക്കുറിച്ചാണ്. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തെയാണ് നമ്മൾ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞത്. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. വിശിഷ്ട താപധാരിത കൂടിയ വസ്തു ഏതാണ്? നമ്മുടെ ജലമാണ്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 4200 ആണ്. ഇരുമ്പിൻ്റെ വിശിഷ്ട താപധാരിത 460 ആണ്. അലുമിനിയത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 900 ആണ്.
ചെമ്പിൻ്റെ വിശിഷ്ട താപധാരിത 400 ഗ്ലാസിൻ്റെ വിശിഷ്ട താപധാരിത 670. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോയിൻ്റ് ദ്രവീകരണ ലീനതാപം ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ്. 1 ഗ്രാം മാസുള്ള വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപത്തെയാണ് നമ്മൾ ദ്രവീകരണ ലീനതാപം എന്ന് പറഞ്ഞത്. അപ്പോൾ ഐസിൻ്റെ ദ്രവീകരണ ലീനതാപം നമ്മൾ 80 കലോറി എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞത് ബാഷ്പീകരണ ലീനതാപമാണ്. ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ 1 ഗ്രാം ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത്. ബാഷ്പീകരണം സംഭവിക്കുന്നതിന് ദ്രാവക തന്മാത്രകൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുന്നതിന് ആവശ്യമായ ഊർജം നൽകണം. അപ്പോൾ ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? 840 കലോറിയാണ്. വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റുവാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മർദ്ദത്തെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഊഷ്മാവിന് താഴെ വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി മാറ്റുവാൻ കഴിയുന്ന ഊഷ്മാവിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണ്? 311 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കഴിഞ്ഞ് പറഞ്ഞ പോയിൻ്റ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷനാണ്. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പാറ്റാഗുളി അതേപോലെ തന്നെ കർപ്പൂരം ഇതൊക്കെ ഡ്രൈ ഐസൊക്കെ ഓർമ്മ വരണം. പദാർത്ഥങ്ങളെ ചൂടാകുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രതിഭാസത്തെയാണ് ഉത്പതനം എന്ന് പറയുന്നത്. ഡ്രൈ ഐസ് അഥവാ ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നതിനെയാണ് നമ്മൾ ഉത്പതനത്തിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞ് പറഞ്ഞ പോയിൻ്റ് ദ്രവണാങ്കമാണ്, മെൽറ്റിംഗ് പോയിൻ്റ്. സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. ഐസിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിനാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞു, തിളനില ബോയിലിംഗ് പോയിൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് എന്തെന്ന് പറഞ്ഞത് തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. നമുക്കറിയാമെന്നുള്ള തിളനില, ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് ജ്വലനോഷ്മാവ് അല്ലെങ്കിൽ ഇഗ്നീഷൻ ടെമ്പറേച്ചറാണ്. ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവാണ് അതിൻ്റെ ജ്വലനോഷ്മാവെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഫ്ലാഷ് പോയിൻ്റാണ്. കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഫ്ലാഷ് പോയിൻ്റ് കുറഞ്ഞ ദ്രാവകങ്ങൾ തീ അപായ സാധ്യത കൂടിയവയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ഫ്ലാഷ് പോയിൻറ്റിനേക്കാൾ കുറഞ്ഞ ഊഷ്മാവിൽ എന്ത് ചെയ്യും? അവ സംഭരിച്ച് അപകട സാധ്യത കുറയ്ക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ് എന്താണ്? ഫയർ പോയിൻ്റാണ്. കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ തുടർച്ചയായി കത്തിപ്പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മൾ ഫയർ പോയിൻ്റ്. തുടർച്ചയായി കത്തിപ്പടരുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫയർ പോയിൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് പോയിൻ്റാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പോൾ ഈ സമയം വരെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ താപപ്രസരണ രീതികൾ, മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് മെയിൻലി വേണ്ടത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ അടുത്ത നമ്മുടെ താപപ്രസരണ രീതികളാണ് മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. താപം ഉയർന്ന ഊഷ്മാവിലുള്ള സ്ഥലത്ത് നിന്നും താഴ്ന്ന ഊഷ്മാവിലുള്ള സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രതിഭാസത്തെയാണ് എന്ന് പറയുന്നത് നമ്മൾ താപപ്രസരണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു താപം ഉയർന്ന ഊഷ്മാവിലുള്ള സ്ഥലത്ത് നിന്നും താഴ്ന്ന ഊഷ്മാവിലുള്ള സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രതിഭാസത്തെയാണെന്ന് പറയുന്നത് നമ്മൾ താപപ്രസരണമെന്ന് പറയുന്നത്. അതിലൊന്നാമത്തേത് നമുക്ക് പഠിക്കേണ്ടത് ചാലനം, കണ്ടക്ഷനാണ്. ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് നമ്മൾ പറയും. ആ ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് ചാലനം? ഒരു വസ്തുവിലുള്ള താപം ഒരു തന്മാത്രയിൽ നിന്നും അടുത്ത തന്മാത്രയിലേക്ക് നീങ്ങി ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ ചാലനമെന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ ഖരവസ്തുക്കളിലായിരിക്കും ചാലനം നടക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ ഒരു വസ്തുവിലുള്ള താപം ഒരു തന്മാത്രയിൽ നിന്നും അടുത്ത തന്മാത്രയിലേക്ക് നീങ്ങി ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് വ്യാപിക്കുന്നതിന് എന്തെന്ന് പറയുന്നു? ചാലനമെന്ന് പറയുന്നു. അപ്പോൾ ചാലനം കൂടുതലായും ഏത് വസ്തുക്കളിലാണ് സംഭവിക്കുന്നത്? ഖരവസ്തുക്കളിലാണ് കൂടുതലായിട്ടും സംഭവിക്കുന്നത്.
ലോഹങ്ങൾ ചൂടാക്കുമ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, ചൂട് വ്യാപിക്കുന്നതിനുള്ള കാരണം എന്താണ്? അത് ചാലനമാണ്. ചാലനം കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു കമ്പി എടുത്തിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണ്? ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ കാരണമാണ്. ഓക്കെയാണല്ലോ, ഇത്രയേ ഉള്ളൂ. അടുത്ത സംവഹനം, കൺവെക്ഷൻ. എന്താണ് സംവഹനം? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ചൂട് വ്യാപിപ്പിക്കുന്ന മാർഗത്തെയാണ് സംവഹനമെന്ന് പറയുന്നത്. അപ്പോൾ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ചൂട് വ്യാപിക്കുന്ന മാർഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? സംവഹനമെന്ന് പറയുന്നത്. അപ്പോൾ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ചൂട് വ്യാപിക്കുന്ന മാർഗം ഏതാണ്? അത് സംവഹനം. ഇവയുടെ ഒരു ഭാഗം ചൂടാക്കുമ്പോൾ അത് വികസിക്കുകയും തന്മാത്രകളുടെ ചലനം മൂലം താപം എന്ത് ചെയ്യുന്നു, മൊത്തം വ്യാപിക്കുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ സംവഹനമെന്ന് പറയുന്നു. അപ്പോൾ വെള്ളം ചൂടാക്കുമ്പോൾ ഈ രീതിയിൽ എന്താണ് ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ചൂട് വ്യാപിക്കുന്നത്. അത് കാരണം എന്താണ്? സംവഹനം കൊണ്ടാണ് ചൂട് വ്യാപിക്കുന്നത്. അടുത്ത നമ്മുടെ ലാസ്റ്റ് പോയിന്റ് വികിരണം, റേഡിയേഷനാണ്. ഇതെല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് വികിരണം? സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂട് വ്യാപിക്കുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ തീയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂടടിക്കുന്ന എന്താണ്? വികിരണം കാരണമാണ്. നമ്മുടെ നല്ല പവറുള്ള ബൾബിൻ്റെ മൂട്ടി ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചൂടടിക്കുമല്ലോ, അത് വികിരണം, റേഡിയേഷൻ കാരണമാണ് അത് സംഭവിക്കുന്നത്. ചൂടിൻ്റെ ഉറവിടത്തിൽ നിന്നും താപകിരണങ്ങൾ മാധ്യമം ആവശ്യമില്ലാതെ തന്നെ നേർരേഖയിൽ സഞ്ചരിച്ച് മറ്റു വസ്തുക്കളിലെത്തി അവയെ ചൂട് പിടിപ്പിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ വികിരണമെന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചൂട് വ്യാപിക്കുന്ന രീതി വികിരണമാണ്. ചൂടിൻ്റെ ഉറവിടത്തിൽ നിന്നും താപകിരണങ്ങൾ മാധ്യമം ആവശ്യമില്ലാതെ തന്നെ നേർരേഖയിൽ സഞ്ചരിച്ച് മറ്റു വസ്തുക്കളിലെത്തി അവയെ ചൂട് പിടിപ്പിക്കുന്ന പ്രതിഭാസമാണ് എന്ത്? വികിരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ താപപ്രസരണ രീതികളെന്ന് പറയുന്നത്. ചാലനം, സംവഹരണം, വികിരണം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഒക്കെയാണെന്ന് കരുതുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് MSDS ആണ്, നമ്മുടെ മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. അപ്പോൾ എന്താണ് MSDS എന്ന് നമുക്ക് നോക്കാം. ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നത് അപകട സാധ്യതകളെക്കുറിച്ചും ആരോഗ്യം, തീ, പ്രതിപ്രവർത്തനം, പരിസ്ഥിതി രാസ ഉൽപ്പന്നങ്ങൾ എങ്ങനെ സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കാം തുടങ്ങിയ വിവരങ്ങൾ അടങ്ങുന്ന ഒരു രേഖയാണ്. ഇതാണ് നമ്മുടെ MSDS എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു MSDS അല്ലെങ്കിൽ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുമ്പോൾ അപകട സാധ്യതകളെക്കുറിച്ചും ആരോഗ്യം, തീ, പ്രതിപ്രവർത്തനം, പരിസ്ഥിതി രാസ ഉൽപ്പന്നങ്ങൾ ഇവ എങ്ങനെ സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കാം തുടങ്ങിയ വിവരങ്ങൾ അടങ്ങുന്ന ഒരു രേഖയാണ് നമ്മുടെ MSDS എന്ന് പറയുന്നത്. MSDSൽ ലേബലിനേക്കാൾ മെറ്റീരിയലിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ MSDSൽ എന്താണുള്ളത്? ലേബലിനേക്കാൾ മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് കൂടുതൽ ഉൾക്കൊള്ളുന്നത്. മെറ്റീരിയലിൻ്റെ വിതരണക്കാരനോ നിർമ്മാതാവോ ആണ് MSDS തയ്യാറാക്കുന്നത്. അപ്പോൾ ആരാണ് MSDS തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മെറ്റീരിയലിൻ്റെ വിതരണക്കാരനോ അല്ലെങ്കിൽ നിർമ്മാതാവോ ആണ് MSDS തയ്യാറാക്കുന്നത്. ഉൽപ്പന്നത്തിൻ്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? ഉൽപ്പന്നം എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കണം? ശുപാർശകൾ പാലിച്ചില്ലെങ്കിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അപകടങ്ങൾ സംഭവിച്ചാൽ എന്തു ചെയ്യണം? എന്നീ ഭൗതിക വിവരങ്ങൾ എന്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു? MSDSൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? ഉൽപ്പന്നം എങ്ങനെയാണ് നമ്മൾ സുരക്ഷിതമായി ഉപയോഗിക്കേണ്ടത്? ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ശുപാർശകൾ പാലിച്ചില്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? അപകടങ്ങൾ ഇൻ കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എന്നീ ഭൗതിക വിവരങ്ങൾ ഏതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു? MSDSൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മെറ്റീരിയലിൻ്റെ രാസഗുണങ്ങൾ അപകട സാധ്യതകളുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ രാസഗുണങ്ങൾ അതിൽ കാണും. അപകട സാധ്യതകളുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടിക്രമങ്ങൾ, ഇൻ കേസ് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എന്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കും? MSDSൽ ഉൾക്കൊള്ളിച്ചിരിക്കും. രാസവസ്തുക്കൾ, രാസസംയുക്തങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തിലടങ്ങിയിരിക്കുന്നു? MSDSൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ രാസവസ്തുക്കൾ, രാസസംയുക്തങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തിലടങ്ങിയിരിക്കുന്നതാ? MSDSൽ അടങ്ങിയിരിക്കുന്നു. പ്രാഥമികമായി അപകടകരമായ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഉപയോഗത്തിനായിട്ടാണ് MSDS തയ്യാറാക്കുന്നത്. അപ്പോൾ നോർമലി എന്താണ്? അപകടകരമായ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഉപയോഗത്തിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? MSDS തയ്യാറാക്കുന്നത്.
ഓരോ 3 വർഷത്തിലും എന്ത് ചെയ്യും, MSDSലെ ഡേറ്റകൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ 3 വർഷം കൂടുന്നവരും എന്ത് ചെയ്യണം, MSDSലെ ഡേറ്റകൾ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ 3 വർഷം കൂടുമ്പോൾ ചെയ്താൽ മതിയോ? പക്ഷേ മെറ്റീരിയലിനെ കുറിച്ച് പുതിയതായി വിവരങ്ങൾ ലഭ്യമായ ഇൻ കേസ് മെറ്റീരിയലിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നോർമലി ഓരോ 3 വർഷത്തിലും MSDS അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, മെറ്റീരിയലിനെ കുറിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അപ്ഡേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ഒരു ഡാറ്റ ഇതിൽ ചേർക്കണമെന്നാണ് പറയുന്നത്. മെറ്റീരിയൽ ഡാറ്റ ഷീറ്റിൽ 9 മുതൽ 16 വരെയുള്ള വിഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ MSDS മെറ്റീരിയൽ ഷീറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ എന്താണ് 9 മുതൽ 16 വരെയുള്ള വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, അടങ്ങിയിരിക്കുന്നു. ഓരോ രാജ്യത്തിലും MSDSൻ്റെ ഫോർമാറ്റ് എന്താണ്, പല ടൈപ്പാണ്. അപ്പോൾ ഓരോ രാജ്യത്തിനും MSDS എന്താണ്, പല ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ MSDS ഓരോ രാജ്യത്തിനും എന്തായിരിക്കും, പല MSDS ഫോർമാറ്റ് ആയിരിക്കും. അപ്പോൾ MSDSലെ പ്രധാന വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് മെറ്റീരിയലിനെ തിരിച്ചറിയലാണ്, ഐഡൻറ്റിഫൈ ഓഫ് മെറ്റീരിയൽ. രണ്ടാമത്തേത് ഭൗതികവും രാസപരവുമായ സവിശേഷതകൾ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. മൂന്നാമത്തേത് സ്ഫോടന നിയന്ത്രണങ്ങൾ. അതാണ് സ്ഫോടന നിയന്ത്രണങ്ങൾ, ഫയർ ആൻഡ് എക്സ്പ്ലോസീവ് ഹസാർഡ്സ് ഡേറ്റ. നാലാമത്തേത് പ്രതിപ്രവർത്തന അപകട വിവരങ്ങൾ. അതാണ് നമ്മുടെ റിയാക്റ്റീവ് ഹസാർഡ്സ് ഡേറ്റയാണ്. അപ്പോൾ ഒന്നാമത്തേത് മെറ്റീരിയലിനെ തിരിച്ചറിയൽ, ഐഡൻറ്റിഫൈ ഓഫ് മെറ്റീരിയൽ. രണ്ടാമത്തേത് ഭൗതികവും രാസപരവുമായ സവിശേഷതകൾ, ഇത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെയിം സാധനമാണ്. അത് കഴിഞ്ഞ് എന്താണ്, സ്ഫോടന നിയന്ത്രണ വിവരങ്ങൾ, ഫയർ ആൻഡ് എക്സ്പ്ലോസീവ് ഹസാർഡ്സ് ഡേറ്റ. അത് കഴിഞ്ഞ് പറഞ്ഞ എന്താണ്, പ്രതിപ്രവർത്തന അപകട വിവരങ്ങൾ, റിയാക്റ്റീവ് ഹസാർഡ്സ് ഡേറ്റ. അടുത്ത് ആരോഗ്യ അപകട വിവരങ്ങൾ, ഹെൽത്ത് ഹസാർഡ് ഡേറ്റ. അപകട സാധ്യതകളുടെ വിശകലനം, ഹസാർഡ് സ്പെസിഫിക്കേഷൻ. അടിയന്തിരവും പ്രഥമ ശുശ്രൂഷയും കുറിച്ചുള്ള വിവരങ്ങൾ, എമർജൻസി ആൻഡ് ഫസ്റ്റ് എയ്ഡ്. മറ്റ് വിവരങ്ങൾ, അതർ ഡീറ്റെയിൽസ്. നിർമ്മാതാക്കൾ, വിതരണക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ, മാനുഫാക്ചറർ ഓർ സപ്ലയർ ഡേറ്റ. അപ്പോൾ ജസ്റ്റ് MSDSനെ കുറിച്ച് നിങ്ങൾ ആ ഒരു MSDS ഡേറ്റ ഏതിൻ്റെങ്കിലും ഒന്ന് നെറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത്രയും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എങ്കിലും. അപ്പോൾ MSDSലെ പ്രധാന വിഭാഗങ്ങളാണ് മെറ്റീരിയലിനെ തിരിച്ചറിയൽ, ഭൗതികവും രാസപരവുമായ സവിശേഷതകൾ, സ്ഫോടന നിയന്ത്രണ വിവരങ്ങൾ, പ്രതിപ്രവർത്തന അപകട വിവരങ്ങൾ, ആരോഗ്യ അപകട വിവരങ്ങൾ, അപകട സാധ്യതകളുടെ വിശകലനം, അടിയന്തിരവും പ്രഥമ ശുശ്രൂഷയും കുറിച്ചുള്ള വിവരങ്ങൾ, മറ്റ് വിവരങ്ങൾ, പിന്നെന്താണ്, നിർമ്മാതാക്കൾ, വിതരണക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ MSDSൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റിലെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ MSDS ആണ്. അപ്പോൾ MSDS LPG ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ MSDS LPGയുടെ തിരിച്ചറിയൽ, അപ്പോൾ അതിൽ വരുന്നത് ഉൽപ്പന്നത്തിൻ്റെ പേര്. എന്താണ് ഉൽപ്പന്നത്തിൻ്റെ പേര്? എന്താണ്? ദ്രവീകൃത പെട്രോളിയം വാതകമാണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ്. LPG എല്ലാവർക്കും അറിയാം. അപ്പോൾ തിരിച്ചറിയൽ എന്ന് പറയുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ പേരാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ്. LPGയുടെ വ്യാവസായിക നാമം LPG എന്ന് തന്നെയാണ്. അപ്പോൾ വ്യാവസായിക നാമം എന്താണ്? LPG ആണ്. മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? മറ്റ് പേരുകൾ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പ്രൊപ്പിലീൻ, പ്യൂറോഫാക്സ്, ബോട്ടിൽഡ് ഗ്യാസ്. അപ്പോൾ മറ്റ് പേരുകളാണ് പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പ്രൊപ്പിലീൻ, പ്യൂറോഫാക്സ്, ബോട്ടിൽഡ് ഗ്യാസ്. LPGയുടെ രാസസൂത്രം C3H8 അല്ലെങ്കിൽ C4H10, അത് മിശ്രിത രൂപമാണ്. അപ്പോൾ നമ്മുടെ LPGയുടെ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിലെ തിരിച്ചറിയൽ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ രാസസൂത്രം എന്താണ്? C3H8 അല്ലെങ്കിൽ C4H10. അപ്പോൾ അടുത്ത് MSDSൽ വരുന്ന, ഞാൻ ഈ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നില്ല, MSDS എന്ന് പറയാം. അപ്പോൾ MSDSലെ അപകട സാധ്യത തിരിച്ചറിയലാണ് LPGയുടെ. അപ്പോൾ LPGയുടെ 10% കൂടുതലുള്ള വായുവിലെ അളവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എന്ത് ചെയ്യുന്നു? തലക്കറക്കം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇൻ കേസ് LPG ലീക്കാണോ എന്ന് നമുക്ക് തോന്നുമെങ്കിൽ എന്താണ് ശ്രദ്ധിക്കാൻ പറ്റും. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ്? LPGയുടെ 10% കൂടുതലുള്ള വായുവിലെ അളവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എന്ത് ചെയ്യും? തലക്കറക്കം ഉണ്ടാക്കുന്നു. 1% അളവും 10 മിനിറ്റുകൾക്കുള്ളിൽ എന്ത് ചെയ്യുന്നു? അതേ ലക്ഷണങ്ങൾ നൽകുന്നു.
അപ്പോൾ എന്താണ് 1% അളവും 10 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യുന്നു അതേ നമ്മുടെ എഫക്റ്റിനെ എന്ത് ചെയ്യുന്നു നൽകുന്നു എന്നാണ് പറയുന്നത് MSDS LPGയുടെ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് ഉയർന്ന അളവ് ശ്വാസം മുട്ടലിന് കാരണമാകുന്നു. അപ്പോൾ ഇതിനെക്കാട്ടി ഉയർന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നു അത് ശ്വാസം മുട്ടലിന് കാരണമാകുന്നു. ചർമ്മവുമായുള്ള സമ്പർക്കത്തിൽ ശീതാധിക്യത്താലുണ്ടാകുന്ന ശരീരവീക്കം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ചർമ്മവുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ശീതാധിക്യത്താലുണ്ടാകുന്ന ശരീരവീക്കം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ LPGയുടെ സിഗ്നൽ വേർഡ് അപായം, ഡേഞ്ചറാണ്. അപ്പോൾ LPGയുടെ MSDSലെ സിഗ്നൽ വേർഡ് എന്ന് പറയുന്നത് എന്താണ് അപായം, ഡേഞ്ചർ. അതിൽ അപകട ചിത്രങ്ങളുണ്ട്. അതെന്ത് ചെയ്താൽ നിങ്ങളൊന്ന് നിങ്ങളുടെ നോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോർമലി നമ്മൾ കാണുന്നതാണ് അപകട ചിത്രം എന്ന് അറിയാമല്ലോ, ഫ്ലെയിമബിളും കംപ്രസ്ഡ് ഗ്യാസ്. അടുത്ത് ഘടകപദാർത്ഥങ്ങളുടെ ഘടന. LPGയുടെ ഘടകപദാർത്ഥങ്ങളുടെ ഘടന MSDSലെയാണ്. പ്രൊപ്പീൻ N ബ്യൂട്ടൈൻ ഐസോബ്യൂട്ടീൻ ഈഥൈൻ 1,3-ബ്യൂട്ടാഡീൻ ഈഥൈൽ മെർക്യാപ്റ്റൻ. അപ്പോൾ പദാർത്ഥങ്ങൾ, നമ്മുടെ ഘടകപദാർത്ഥങ്ങളുടെ ഘടന MSDSലെ LPGയുടെ ഘടകപദാർത്ഥങ്ങളുടെ ഘടന എന്ന ടോപ്പിക്കിലെ സബ് ഹെഡിങ് ആണ് പദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ. അതിൽ പറയുന്നത് എന്താണ് പ്രൊപ്പീൻ N ബ്യൂട്ടൈൻ ഐസോബ്യൂട്ടൈൻ ഈഥൈൻ 1,3-ബ്യൂട്ടാഡീൻ ഈഥൈൽ മെർക്യാപ്റ്റൻ. ഈ ഈഥൈൽ മെർക്യാപ്റ്റൻ്റെ ഒഡോറൻ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ LPGക്ക് ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണം ഇല്ലാത്ത ഒരു വാതകമാണ്. അപ്പോൾ അത് ലീക്കാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു മിശ്രിതമാണ് എന്ത് നമ്മുടെ ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ LPG ചേർക്കുന്നത് എന്താണ് ഒഡോറൻ്റ് ആയിട്ടാണ് ചേർക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് പദാർത്ഥങ്ങളുടെ ഘടന. വാണിജ്യ പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ ബ്ലെൻഡ് അല്ലെങ്കിൽ ബ്യൂട്ടൈൻ എന്നിങ്ങനെ വിതരണം ചെയ്യുന്നതിനെ ആശ്രയിച്ചെന്താണ് ഘടന വ്യത്യാസപ്പെടും. അപ്പോൾ പദാർത്ഥങ്ങളുടെ ഘടന എന്ന് പറയുമ്പോൾ വാണിജ്യ പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ ബ്ലെൻഡ് അല്ലെങ്കിൽ ബ്യൂട്ടൈൻ എന്നിങ്ങനെ വിതരണം ചെയ്യുന്നതിനെ ആശ്രയിച്ച് എന്ത് ചെയ്യുന്നു ഘടന വ്യത്യാസപ്പെടുന്നു. അടുത്ത നാലാമത്തെ പോയിൻ്റാണ് പ്രഥമ ശുശ്രൂഷ നടപടികൾ. അപ്പോൾ എന്ത് പ്രഥമ ശുശ്രൂഷ നടപടികളാണ് ചെയ്യേണ്ടതെന്നാണ് MSDSലെ നാലാമത്തെ ഹെഡിങ് പറയുന്നത്. എന്താണ് കണ്ണിൽ ഈ ഒരു LPG ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉടനടി ധാരാളം വെള്ളം അല്ലെങ്കിൽ അണുവിമുക്തമായ ഉപ്പുവെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യണം കണ്ണുകൾ കഴുകുക. 15 മിനിറ്റ് കൺപോളകൾ വേർതിരിക്കുക. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക വൈദ്യസഹായം തേടുക. അപ്പോൾ നമ്മുടെ പ്രഥമ ശുശ്രൂഷ നടപടികൾ MSDS LPGയുടെ പ്രഥമ ശുശ്രൂഷ നടപടികൾ പറയുന്നത് കണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉടനടി ധാരാളം വെള്ളം അല്ലെങ്കിൽ അണുവിമുക്തമായ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കണ്ണുകൾ കഴുകുക. 15 മിനിറ്റ് എന്ത് ചെയ്യണം കൺപോളകൾ വേർതിരിക്കുക. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക വൈദ്യസഹായം തേടുക എന്നാണ് പറയുന്നത്. അടുത്ത് ശ്വസന വ്യവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? LPG ശ്വസിക്കുകയാണെങ്കിൽ മലിനമായ സ്ഥലത്ത് നിന്നും വ്യക്തിയെ നീക്കം ചെയ്യുക. മലിനമായ സ്ഥലം എന്ന് പറയുമ്പോൾ ഈ LPG ശ്വസിക്കാൻ കാരണമായ ആ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക ആ വ്യക്തിയെ നീക്കം ചെയ്യുക. രക്ഷാപ്രവർത്തകനെ സംരക്ഷിക്കുവാൻ എയർലൈൻ റെസ്പിറേറ്റർ അല്ലെങ്കിൽ സ്വയം വഹിക്കപ്പെടുന്ന ശ്വസന ഉപകരണം സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് SCBA ഉപയോഗിക്കുക. അപ്പോൾ LPG ശ്വസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു മലിനമായ സ്ഥലത്ത് നിന്നും വ്യക്തിയെ നീക്കം ചെയ്യുക. രക്ഷാപ്രവർത്തകനെ സംരക്ഷിക്കുവാൻ എയർലൈനർ റെസ്പിറേറ്റർ അല്ലെങ്കിൽ സ്വയം വഹിക്കപ്പെടുന്ന ശ്വസന ഉപകരണം സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് SCBA എന്ത് ചെയ്യുക ഉപയോഗിക്കുക. സാധ്യമായ സ്ഫോടനാത്മക അന്തരീക്ഷത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോൾ സാധ്യമായ സ്ഫോടനാത്മക അന്തരീക്ഷത്തെക്കുറിച്ച് എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക എന്നാണ് പറയുന്നത്. ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്രിമ ശ്വസനം പ്രയോജനപ്പെടുത്തുക. ലഭ്യമെങ്കിൽ എന്ത് ചെയ്യുക ഓക്സിജൻ നൽകുക. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക വൈദ്യസഹായം തേടുക. അപ്പോൾ ഇതാണ് ശ്വസന വ്യവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അടുത്ത് ത്വക്കിൽ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മലിനമായ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുക. ബാധിത പ്രദേശങ്ങൾ ധാരാളം വെള്ളം ഉപയോഗിച്ച് 15 മിനിറ്റ് എന്ത് ചെയ്യുക മൃദുവായി കഴുകുക. ഏതെങ്കിലും തരത്തിലുള്ള നേരിട്ടുള്ള ചൂട് പ്രയോഗിക്കാൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യണം ഉടൻ വൈദ്യസഹായം തേടുക. അപ്പോൾ നമ്മുടെ ത്വക്കിൽ LPG പരമായിട്ട് എന്തെങ്കിലും നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മലിനമായ വസ്ത്രങ്ങളാണെങ്കിൽ ആ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുക. ബാധിത പ്രദേശങ്ങൾ എന്ത് ചെയ്യുക ധാരാളം വെള്ളം ഉപയോഗിച്ച് 15 മിനിറ്റ് മൃദുവായി കഴുകുക.
ഏതെങ്കിലും തരത്തിലുള്ള നേരിട്ടുള്ള ചൂട് എന്ത് ചെയ്യാൻ പാടില്ല, പ്രയോഗിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യുക, ഉടൻ വൈദ്യസഹായം തേടുക. അടുത്ത നമ്മുടെ MSDSലെ 5ാമത്തെ നടപടി, MSDS LPGയിൽ പറയുന്ന 5ാമത്തെ നടപടിയാണ് അഗ്നിശമന നടപടികൾ. അപ്പോൾ 5ാമത്തെ പോയിൻ്റ് എന്താണ്, അഗ്നിശമന നടപടികളാണ് MSDSൽ. അപ്പോൾ ഗ്യാസിൻ്റെ ഒഴുക്ക് കെടുത്തുന്നതാണ് സുരക്ഷിതമെങ്കിൽ എന്ത് ചെയ്യുക, സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ ടാങ്കിൻ്റെ വാൽവ് പതുക്കെ അടച്ച് ഒഴുക്ക് തടയുക. നമ്മുടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ ഒഴുക്ക് കെടുത്തുന്നതാണ് സുരക്ഷിതമെങ്കിൽ എന്ത് ചെയ്യുക, സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ ടാങ്കിൻ്റെ വാൽവ് പതുക്കെ അടച്ച് ഒഴുക്ക് തടയുക. അടുത്ത് LPG അങ്ങേയറ്റം നമ്മുടെ കത്തുന്ന വാതകമായതിനാൽ കൈകാര്യം ചെയ്യുമ്പോൾ സിഗരറ്റ്, തുറന്ന തീജ്വാലകൾ, മൊബൈൽ ഫോണുകൾ, തീപ്പൊരി ഉണ്ടാക്കുന്ന സ്വിച്ചുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ തുടങ്ങിയ ജ്വലന ഉറവിടങ്ങൾ എന്ത് ചെയ്യുക, അവ ഒഴിവാക്കുക. അപ്പോൾ നമ്മുടെ LPG അങ്ങേയറ്റം കത്തുന്ന വാതകമായതിനാൽ എന്താണ്, കൈകാര്യം ചെയ്യുമ്പോൾ സിഗരറ്റ്, തുറന്ന തീജ്വാലകൾ, മൊബൈൽ ഫോണുകൾ, തീപ്പൊരി ഉണ്ടാക്കുന്ന സ്വിച്ചുകൾ, ഉപകരണങ്ങൾ തുടങ്ങിയ ജ്വലന ഉറവിടങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അടുത്ത് പറയുന്നത് എന്താണ്, സിലിണ്ടറിലെ ആന്തരിക മർദ്ദം ജ്വലന മിശ്രിതം രൂപപ്പെടുത്തുകയും സ്ഫോടന സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അഗ്നിശമന സേനാംഗങ്ങൾക്കുള്ള ഒരു ഉപദേശമാണ് എന്താണ്, സിലിണ്ടറിലെ ആന്തരിക മർദ്ദം എന്ത് ചെയ്യുന്നു, ജ്വലന മിശ്രിതം രൂപപ്പെടുത്തുകയും സ്ഫോടന സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യും. അടുത്ത്, തീയിൽ തുറന്നിരിക്കുന്ന സിലിണ്ടറുകൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ സുരക്ഷിതമായി വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യണം, തണുപ്പിക്കണം. ചൂടുള്ളതായി തോന്നുന്ന സിലിണ്ടറുകളെയോ പാത്രങ്ങളെയോ എന്ത് ചെയ്യാൻ പാടില്ല, സമീപിക്കാൻ പാടില്ല. എന്തെന്നാൽ പദാർത്ഥം വായുവിൽ സ്ഫോടനാത്മക മിശ്രിതങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള. കാരണം നമ്മളിപ്പോൾ ഒരു LPG സിലിണ്ടറിലാണെങ്കിൽ അത് തൊട്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അടുത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചൂടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ അടുത്ത് പോകരുത്. ദൂരെ നിന്ന് എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ച് തണുപ്പിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ചൂടുള്ളതായി തോന്നുന്ന സിലിണ്ടറുകളെയോ പാത്രങ്ങളെയോ എന്ത് ചെയ്യാൻ പാടില്ല, സമീപിക്കാൻ പാടില്ല. എന്തെന്നാൽ പദാർത്ഥം വായുവിൽ സ്ഫോടനാത്മക മിശ്രിതങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് എന്നാണ് പറയുന്നത്. അടുത്ത 6ാമത്തെ പോയിൻ്റാണ് MSDS LPG അപ്രതീക്ഷിതമായ പുറന്തള്ളൽ നടപടികൾ. വ്യക്തിഗത മുൻകരുതലുകൾ, സംരക്ഷിത ഉപകരണങ്ങൾ, അടിയന്തര നടപടികൾ. അപ്പോൾ അതിൽ പറയുന്നത്, സിലിണ്ടർ ചോർന്നാൽ പ്രദേശവാസികളെ എന്ത് ചെയ്യണം, ഒഴിപ്പിക്കുക. നിർമ്മാതാവിനെ അല്ലെങ്കിൽ വിതരണക്കാരനെ എന്ത് ചെയ്യുക, ചോർച്ചയുടെ വിവരം അറിയിക്കുക. നമുക്കിത് മാത്രം മതി, മുകളിലുള്ള വലിയ പോയിന്റുകളൊന്നും വേണ്ട. അപ്പോൾ അപ്രതീക്ഷിത പുറന്തള്ളൽ നടപടികളാണ് അടുത്ത് പറയുന്നത്. വ്യക്തിഗത മുൻകരുതലുകൾ, സംരക്ഷിത ഉപകരണങ്ങൾ, അടിയന്തര നടപടികൾ. അതിൽ പറയുന്നത്, സിലിണ്ടർ ചോർന്നു കഴിഞ്ഞാൽ എന്താണ്, പ്രദേശവാസികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക. നിർമ്മാതാവിനെ അല്ലെങ്കിൽ വിതരണക്കാരനെ എന്ത് ചെയ്യുക, ചോർച്ചയുടെ വിവരം അറിയിക്കുക. വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, അതായത് PPE ഉപയോഗിക്കുക. വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അടുത്ത പോയിന്റ്, പാരിസ്ഥിതിക മുൻകരുതലുകൾ. അഴുക്കുചാലുകൾ, ബേസ്മെൻറ്റുകൾ, വർക്ക് പിറ്റുകൾ അല്ലെങ്കിൽ പദാർത്ഥം അടിഞ്ഞുകൂടുന്നത് അപകടകരമായേക്കാവുന്ന ഏതെങ്കിലും സ്ഥലത്ത് എന്ത് ചെയ്യുക, പ്രവേശിക്കുന്നത് തടയുക. അപ്പോൾ അഴുക്കുചാലുകൾ, ബേസ്മെൻറ്റുകൾ, വർക്ക് പിറ്റുകൾ അല്ലെങ്കിൽ പദാർത്ഥം അടിഞ്ഞുകൂടുന്നത് അപകടകരമായേക്കാവുന്ന ഏതെങ്കിലും സ്ഥലത്ത് എന്ത് ചെയ്യുക, ആ ഒരു സംഭവം പ്രവേശിക്കുന്നത് തടയുക. അടുത്ത പോയിൻ്റാണ് വൃത്തിയാക്കൽ രീതികൾ. അപകട സാധ്യത കുറയുന്നുവെങ്കിൽ എന്ത് ചെയ്യുക, പദാർത്ഥത്തിൻ്റെ ഒഴുക്ക് നിർത്തുക. അപകട സാധ്യത കുറയുന്നുവെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പദാർത്ഥത്തിൻ്റെ ഒഴുക്ക് നിർത്തുക. ചോർച്ച പരിഹരിക്കാനാകാത്തതാണെങ്കിൽ എന്ത് ചെയ്യുക, സിലിണ്ടർ സുരക്ഷിതവും നന്നായി വായുസഞ്ചാരമുള്ളതുമായ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, അത് മാറ്റുക. ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ നോർമലി എന്ത് ചെയ്യുക, ചോർച്ച പരിഹരിക്കാനാകാത്തതാണെങ്കിൽ എന്ത് ചെയ്യുക, സിലിണ്ടർ സുരക്ഷിതവും നന്നായി വായുസഞ്ചാരമുള്ള ആ ഒരു സ്ഥലത്തേക്ക് മാറ്റുക. ചോർന്നതോ ഒഴുകിയതോ ആയ ദ്രാവകം ബാഷ്പീകരിക്കപ്പെടുന്നത് വരെ എന്ത് ചെയ്യുക, പ്രദേശം ഒഴിപ്പിക്കുക. ജ്വലന സ്രോതസ്സുകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക. അപ്പോൾ ചോർന്നതോ ഒഴുകിയതോ ആയ ദ്രാവകം ബാഷ്പീകരിക്കപ്പെടുന്നത് വരെ എന്ത് ചെയ്യുക, പ്രദേശം ഒഴിപ്പിക്കുക. ജ്വലന സ്രോതസ്സുകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക. അടുത്ത പോയിന്റ്, 7ാമത്തെ പോയിൻ്റാണ് കൈകാര്യം ചെയ്യലും സംഭരണവും. അപ്പോൾ നമ്മൾ പറയുന്നത് MSDS LPG ആണ്. അതിൽ 7ാമത്തെ പോയിന്റ് കൈകാര്യം ചെയ്യലും സംഭരണവും. ഉപയോഗിക്കുന്നതിന് മുൻപ് ഉൽപ്പന്ന ലേബൽ ശ്രദ്ധാപൂർവം വായിക്കുക. കണ്ണ്, ശ്വാസകോശം എന്നിവയ്ക്ക് അപകടം ഒഴിവാക്കാൻ സുരക്ഷിതമായ രീതികൾ അവലംബിക്കുക. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യുക, ഉൽപ്പന്ന ലേബൽ ശ്രദ്ധാപൂർവം വായിക്കുക. കണ്ണ്, ശ്വാസകോശം എന്നിവയ്ക്ക് അപകടം ഒഴിവാക്കാൻ സുരക്ഷിതമായ രീതികൾ അവലംബിക്കുക. അടുത്ത പോയിന്റ് പറയുന്നത്
വ്യക്തിപരമായ ശുചിത്വം പാലിക്കുക, മലിനമായ പ്രദേശങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതും മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും എന്ത് ചെയ്യുക, നിരോധിക്കുക. അപ്പോൾ നമ്മുടെ കൈകാര്യം ചെയ്യലും സംഭരണത്തിൽ പറയുന്നത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഉൽപ്പന്ന ലേബൽ ശ്രദ്ധാപൂർവം വായിക്കുക, കണ്ണ്, ശ്വാസകോശം എന്നിവയ്ക്ക് അപകടം ഒഴിവാക്കാൻ സുരക്ഷിതമായ രീതികൾ അവലംബിക്കുക, വ്യക്തിപരമായ ശുചിത്വം പാലിക്കുക, മലിനമായ പ്രദേശങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതും മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും എന്ത് ചെയ്യുക, നിരോധിക്കുക. അടുത്ത 8ാമത്തെ പോയിൻ്റാണ് സമ്പർക്ക നിയന്ത്രണങ്ങളും വ്യക്തിഗത സുരക്ഷയും. അതിൽ പറയുന്ന പോയിൻ്റ് എഞ്ചിനീയറിംഗ് നിയന്ത്രണങ്ങളാണ്. അപ്പോൾ ചോർന്ന വാതകത്തിൻ്റെ ശ്വസനം ഒഴിവാക്കുക, നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക, മാറുക, ശ്വസന സാധ്യത നിലനിൽക്കുന്നിടത്ത് മെക്കാനിക്കൽ എക്സ്പ്ലോഷൻ പ്രൂഫ് എക്സ്ട്രാക്ഷൻ വെന്റിലേഷൻ നിർദ്ദേശിക്കുക. അപ്പോൾ ചോർന്ന വാതകത്തിൻ്റെ ശ്വസനം ഒഴിവാക്കുക, എന്ത് ചെയ്യും, ഓവർ ശ്വസിച്ച് എന്ത് ചെയ്യും, അത് നമുക്ക് തന്നെയാണ് കേട്. നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിലേക്ക് മാറുക, ശ്വസന സാധ്യത നിലനിൽക്കുന്നിടത്ത് മെക്കാനിക്കൽ എക്സ്പ്ലോഷർ പ്രൂഫ് എക്സ്ട്രാക്ഷൻ വെന്റിലേഷൻ നിർദ്ദേശിക്കുക. സംഭവം സിമ്പിളാണ്, നമ്മുടെ LPGയുടെ MSD എന്ന് പറയുന്നത്. അടുത്ത് സുരക്ഷാ ഗ്ലൗസുകൾ ധരിച്ചുകൊണ്ട് നേത്ര സംരക്ഷണം ഉറപ്പാക്കുക. അപ്പോൾ സുരക്ഷാ ഗ്ലാസുകൾ ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നേത്ര സംരക്ഷണം ഉറപ്പാക്കുക. ഇൻസുലേറ്റഡ് അല്ലെങ്കിൽ തുകൽ കയ്യുറകൾ ധരിച്ച് ചർമ്മ സംരക്ഷണം ഉറപ്പാക്കുക. അപ്പോൾ ഇൻസുലേറ്റഡ് അല്ലെങ്കിൽ തുകൽ കയ്യുറകൾ ധരിച്ച് എന്ത് ചെയ്യുക, ചർമ്മ സംരക്ഷണം ഉറപ്പാക്കുക. ശരീരം മുഴുവൻ ധരിക്കുന്ന PPE വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ ശരീരം മുഴുവൻ, നമ്മളെ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ്റെ ഈ ഒരു നമ്മുടെ LPGയിലൊക്കെ ലീക്ക് നോക്കാൻ പോകുന്ന നമ്മളെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവർ PPE വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ടോട്ടലി എക്യുപ്ഡ് ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ശരീരം മുഴുവൻ സംരക്ഷിക്കുന്ന PPE വസ്ത്രങ്ങൾ ധരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ സമ്പർക്ക നിയന്ത്രണങ്ങളും വ്യക്തിഗത സുരക്ഷയുമാണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത 9ാമത്തെ പോയിൻ്റാണ് ഭൗതികവും രാസപരവുമായ സവിശേഷതകൾ. അപ്പോൾ LPGയുടെ ഭൗതികവും രാസപരവുമായ സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. LPGയുടെ നിറം എന്താണ്? LPG നിറമുണ്ടോ? LPGക്ക് നിറം ഇല്ലാത്ത വാതകമാണ്. LPGയുടെ ഗന്ധം എന്താണ്? ആദ്യം പറഞ്ഞു, എന്താണ് LPGയുടെ ഗന്ധം? LPGക്ക് ഗന്ധമില്ലാത്ത വാതകമാണ്. എന്നാൽ ഞാൻ പറഞ്ഞാണ് എന്താണ്, വാതകത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് എന്ത് ചെയ്യും, ഒരു പ്രത്യേക ഗന്ധം നൽകാൻ നിർദ്ദിഷ്ട അളവിൽ എന്ത് ചെയ്യും, ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നു. അപ്പോൾ ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നു, പ്രത്യേക ഒരു സ്മെല്ല്, നമുക്കറിയാം LPG എടുക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നു. ജ്വലനക്ഷമത. അപ്പോൾ LPGയുടെ ജ്വലനക്ഷമത എങ്ങനെയാണ്? അങ്ങേയറ്റം കത്തുന്നതാണ്. LPG എങ്ങനെയാണ്? അങ്ങേയറ്റം കത്തുന്നതാണ്. LPGയുടെ തിളനില -42 ഡിഗ്രി സെൽഷ്യസ് മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെ ആണ് നമ്മുടെ LPGയുടെ തിളനില പറയുന്നത്. അപ്പോൾ LPGയുടെ തിളനില ഏത് മുതൽ ഏത് വരെയാണ്? -42 ഡിഗ്രി സെൽഷ്യസ് മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെ. LPGയുടെ ഫ്ലാഷ് പോയിൻ്റ് എത്രയാണ്? -104 ഡിഗ്രി സെൽഷ്യസ് മുതൽ -60 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് LPGയുടെ ഫ്ലാഷ് പോയിൻ്റ്. അപ്പോൾ നമ്മുടെ LPGയുടെ ഫ്ലാഷ് പോയിൻ്റ് എത്രയാണ്? -104 ഡിഗ്രി സെൽഷ്യസ് മുതൽ -60 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് LPGയുടെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. LPGയുടെ ദ്രവണാങ്കം എത്രയാണ്? -188 ഡിഗ്രി സെൽഷ്യസ്. ഇതൊക്കെ ജസ്റ്റ് പേപ്പറിലൊന്ന് എഴുതി പോയി അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ LPGയുടെ ദ്രവണാങ്കം എത്രയാണ്? -188 ഡിഗ്രി സെൽഷ്യസ്. LPGയുടെ ഓട്ടോ ഇഗ്നീഷൻ താപനില 410 മുതൽ 580 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അപ്പോൾ LPGയുടെ ഓട്ടോ ഇഗ്നീഷൻ താപനില എന്ന് പറയുമ്പോൾ 410 മുതൽ 580 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. LPGയുടെ ഉയർന്ന സ്ഫോടനാത്മക പരിധി 8.86%. നമ്മുടെ LPGയുടെ ഉയർന്ന സ്ഫോടനാത്മക പരിധി എത്രയാണ്? 8.86%. അടുത്ത് LPGയുടെ കുറഞ്ഞ സ്ഫോടനാത്മക പരിധി. LPGയുടെ കുറഞ്ഞ സ്ഫോടനാത്മക പരിധി എത്രയാണ്? 1.81 നമ്മുടെ LPGയുടെ കുറഞ്ഞ സ്ഫോടനാത്മക പരിധി 1.81%. LPGയുടെ ലേയത്വം. ജലത്തിൽ ലയിക്കുമോ LPG? ചെറുതായിട്ട് ജലത്തിൽ ലയിക്കും. അപ്പോൾ നമ്മുടെ LPG ലേയത്വം ജലത്തിൽ ലയിക്കുമോ എന്ന് ചോദിച്ചാൽ എന്താണ്? ചെറുതായി ജലത്തിൽ ലയിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഭൗതികവും രാസപരവുമായ LPGയുടെ സവിശേഷത എന്ന് പറയുന്നത്. അടുത്ത 10ാമത്തെ പോയിൻ്റാണ് സ്ഥിരതയും പ്രതിപ്രവർത്തനവും. 10ാമത്തെ നമ്മുടെ MSDS LPGയിലെ 10ാമത്തെ പോയിൻ്റ് എന്താണ്? സ്ഥിരതയും പ്രതിപ്രവർത്തനവും.
നിർദ്ദേശിക്കുന്ന സംഭരണ വ്യവസ്ഥകളിൽ എന്താണ് എൽ പി ജിക്ക് സ്ഥിരതയുണ്ട്. അപ്പോൾ നിർദ്ദേശിക്കുന്ന സംഭരണ വ്യവസ്ഥകളിൽ എന്താണ് എൽ പി ജിക്ക് സ്ഥിരതയുണ്ട്. പോളിമറൈസേഷൻ എൽ പി ജിക്ക് എന്ത് ചെയ്യില്ല, സംഭവിക്കില്ല. അപ്പോൾ പോളിമറൈസേഷൻ എൽ പി ജിക്ക് എന്ത് ചെയ്യില്ല, സംഭവിക്കില്ല. തീപ്പൊരി, ജ്വാല, തുറന്ന ജ്വാലകൾ, മറ്റ് ജ്വലന ഉറവിടങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഓക്സിഡൈസിങ് ഏജൻറ്റുകൾ, ആസിഡുകൾ, റബ്ബർ, ഫ്ലെക്സിബിൾ ഹോസുകൾ എന്നിവയുമായി പൊരുത്തപ്പെടില്ല. അപ്പോൾ എന്താണ് തീപ്പൊരി, ജ്വാല, തുറന്ന ജ്വാലകൾ, മറ്റ് ജ്വലന ഉറവിടങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഓക്സിഡൈസിങ് ഏജൻറ്റുകൾ, ആസിഡുകൾ, റബ്ബർ, ഫ്ലെക്സിബിൾ ഹോസുകൾ എന്നിവയുമായി എന്ത് ചെയ്യില്ല, എൽ പി ജി പൊരുത്തപ്പെടില്ല. സാധാരണ ലോഹങ്ങളുമായി പൊരുത്തപ്പെടുന്നു. അപ്പോൾ നോർമൽ നമ്മുടെ ലോഹങ്ങളുമായി എന്ത് ചെയ്യുന്നു, പൊരുത്തപ്പെടുന്നു. അപകടകരമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തുവാൻ പദാർത്ഥം വിഘടിക്കില്ല. അപ്പോൾ അപകടകരമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യില്ല, പദാർത്ഥം വിഘടിക്കില്ല എന്നാണ് പറയുന്നത്. അടുത്ത് MSDS LPG 11ാമത്തെ പോയിൻ്റാണ് വിഷശാസ്ത്രപരമായ വിവരങ്ങൾ. എന്താണ് വിഷശാസ്ത്രപരമായ വിവരങ്ങളെന്ന് നോക്കാം. അമിതമായ സമ്പർക്കം എന്താകുന്നു? നമ്മൾ അമിതമായിട്ട് LPG ആയിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാകുന്നു, തലകറക്കം മയക്കം ഉണ്ടാകുന്നു, ബലഹീനത ഉണ്ടാകുന്നു, ക്ഷീണമുണ്ടാകുന്നു, ശ്വസന ബുദ്ധിമുട്ടുണ്ടാകുന്നു, അബോധാവസ്ഥ, ഇവയ്ക്കൊക്കെ കാരണമാകുന്നു. അതാണ് നമ്മുടെ വിഷശാസ്ത്രപരമായ വിവരങ്ങൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത പോയിൻ്റാണ് പാരിസ്ഥിതിക വിവരങ്ങൾ. പാരിസ്ഥിതിക വിവരങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, അന്തരീക്ഷത്തിലേക്ക് തുറന്നു വിടുമ്പോൾ LPG പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടും. പ്രത്യേകിച്ച് എന്താണ്, പാരിസ്ഥിതിക നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പാരിസ്ഥിതിക വിവരങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി LPG നമ്മുടെ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി നമുക്ക് വന്നു, നമ്മൾ അന്തരീക്ഷത്തിലേക്ക് LPG തുറന്നു വിട്ടാൽ എന്തെങ്കിലും പാരിസ്ഥിതിക ദോഷങ്ങൾ ഉണ്ടാവുമോ? നമ്മൾ അന്തരീക്ഷത്തിലേക്ക് LPG തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താണ്, നമ്മുടെ LPG പെട്ടെന്ന് എന്ത് ചെയ്യും, ബാഷ്പീകരിക്കപ്പെടും. അപ്പോൾ ഇതാണ് പാരിസ്ഥിതിക വിവരങ്ങളിൽ പറയുന്നത്. അടുത്തതായിട്ട് LPGയുടെ നിർമ്മാർജ്ജന പരിഗണനകളാണ്. LPG സിലിണ്ടറുകൾ ആവശ്യമില്ലാത്തപ്പോൾ സിലിണ്ടറിൽ സ്റ്റാമ്പ് ചെയ്ത് എന്ത് ചെയ്യണം, ഉടമസ്ഥന് എന്ത് ചെയ്യണം, തിരികെ നൽകണം. അപ്പോൾ LPGയുടെ നിർമ്മാണ പരിഗണനകളാണ്. ഇപ്പോൾ LPG സിലിണ്ടറുകൾ ആവശ്യമില്ലാത്തപ്പോൾ എന്ത് ചെയ്യുക, സിലിണ്ടറിൽ സ്റ്റാമ്പ് ചെയ്ത് ഉടമസ്ഥാവകാശ സ്ഥാപനത്തിന് എന്ത് ചെയ്യണം, അത് തിരികെ നൽകണമെന്നാണ് പറയുന്നത്. അടുത്ത 14ാമത്തെ പോയിൻ്റാണ് കടത്തൽ വിവരങ്ങൾ. ശരിയായ ഷിപ്പിങ്ങിൻ്റെ പേര് എന്താണ്, ദ്രവീകരിച്ച പെട്രോളിയം ഗ്യാസാണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ് ശരിയായ ഷിപ്പിംഗ് പേര്. ഏതിൻ്റെ, നമ്മുടെ LPGയുടെ. മിതമായ മർദ്ദത്തിൽ ദ്രവീകരിച്ച് ബൾക്ക് ടാങ്കുകളിലോ സിലിണ്ടറുകളിലോ ആണ് എന്ത് ചെയ്യുന്നത്, LPG കൊണ്ടുപോകും. നമുക്കറിയാം, മിതമായ മർദ്ദത്തിൽ എന്താണ്, ദ്രവീകരിച്ച് ബൾക്കായിട്ടുള്ള വലിയ ടാങ്കുകളിലോ സിലിണ്ടറുകളിലോ ആണ് എന്ത് ചെയ്യുന്നത്, LPG കൊണ്ടുപോകും. നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവരുന്നതാണ്. കൊണ്ടുപോകുന്ന LPG പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ അല്ലെങ്കിൽ രണ്ടിൻ്റെയും മിശ്രിതം ആകാം. അപ്പോൾ കൊണ്ടുപോകുന്ന LPG എന്താണ്, പ്രൊപ്പൈൻ്റെയും ബ്യൂട്ടൈൻ്റെയും അല്ലെങ്കിൽ രണ്ടിൻ്റെയും എന്താകാം, മിശ്രിതം ആകാം. അപ്പോൾ അതിൻ്റെ നിയന്ത്രണ വിവരങ്ങളാണ് അടുത്ത പോയിൻ്റ്. കണ്ടെയ്നർ നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. ജ്വലന ഉറവിടങ്ങളിൽ നിന്ന് അകറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ നിയന്ത്രണ വിവരങ്ങളെന്ന് പറയുമ്പോൾ കണ്ടെയ്നർ എന്ത് ചെയ്യുക, നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. അതേപോലെ എന്താണ്, ജ്വലന ഉറവിടങ്ങളിൽ നിന്ന് അകറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ 16ാമത്തെ ലാസ്റ്റ് പോയിൻ്റാണ് മറ്റു വിവരങ്ങളെന്ന് പറയുന്നത്. PPE പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്. ധരിക്കുന്ന ആളുടെ ശരീരത്തെ പരുക്കിൽ നിന്നോ അണുനാശിനിയിൽ നിന്നോ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത സംരക്ഷണ വസ്ത്രങ്ങൾ, ഹെൽമറ്റുകൾ, കണ്ണടകൾ എന്നിവയാണ് എന്തെന്ന് പറയുന്നത്, PPE വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ 16ാമത്തെ മറ്റു വിവരങ്ങളെന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. PPE പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്. ധരിക്കുന്ന ആളുടെ ശരീരത്തെ പരുക്കിൽ നിന്നോ അണുനാശിനിയിൽ നിന്നോ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത സംരക്ഷണ വസ്ത്രങ്ങൾ, ഹെൽമറ്റുകൾ, കണ്ണടകൾ എന്നിവയാണ് എന്തെന്ന് പറയുന്നത്, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ അല്ലെങ്കിൽ PPE എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ MSDS LPG ഒന്നുകൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം, MSDS LPG ഒന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ MSDS LPGയുടെ ആദ്യം പറഞ്ഞത് തിരിച്ചറിയലാണ്. ഉൽപ്പന്നത്തിൻ്റെ പേര് ദ്രവീകൃത പെട്രോളിയം വാതകമാണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. വ്യാവസായിക നാമം LPG എന്നാണ്. മറ്റു പേരുകൾ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പ്രൊപ്പിലീൻ, പ്യൂറോഫാക്സ്, ബോട്ടിൽഡ് ഗ്യാസ് ഇതൊക്കെ അറിയപ്പെടും. രാസസൂത്രം എന്ന് പറയുന്നത് C3H8 ആണ്. C4H10 അതിൻ്റെ മിശ്രിതത്തെ അറിയപ്പെടും.
അതിൽ രണ്ടാമത് പറഞ്ഞ ടോപ്പിക്ക് അപകട സാധ്യത അല്ലെങ്കിൽ തിരിച്ചറിയൽ. അതിൽ LPGയുടെ 10% കൂടുതലുള്ള വായുവിലെ അളവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തലകറക്കമുണ്ടാകുന്നു. 1% അളവും 10 മിനിറ്റുകൾക്കുള്ളിൽ എന്ത് ചെയ്യും? അതേ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ഉയർന്ന അളവ് ശ്വാസം മുട്ടലിന് കാരണമാകുന്നു. ചർമ്മവുമായുള്ള സമ്പർക്കത്തിൽ എന്ത് ചെയ്യുന്നു? ശീതാധിക്യത്താൽ ഉണ്ടാകുന്ന ശരീരവേഗം ഉണ്ടാകുന്നു. നമ്മുടെ സിഗ്നൽ വേർഡ് എന്താണ്? അപായം, ഡേഞ്ചറാണ്. അപായ ചിത്രം അറിയാമല്ലോ, നമ്മുടെ ഫ്ലൈമബിളും കംപ്രസ്ഡ് ഗ്യാസുമാണ്. അടുത്ത് പറഞ്ഞത് ഘടകപദാർത്ഥങ്ങളുടെ ഘടനയാണ്. അതിൽ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മിശ്രിതങ്ങൾ ഏതൊക്കെയാണ്? പ്രൊപ്പൈൻ, പ്രൊപ്പീൻ, എൻ ബ്യൂട്ടൈൻ, ഐസോ ബ്യൂട്ടൈൻ, ഈഥെയ്ൻ, 1,3-ബ്യൂട്ടാഡിൻ, ഈഥൈൽ മെർക്യാപ്റ്റൻ. ഈ ഈഥൈൽ മെർക്യാപ്റ്റൻ എന്തിനാണ്? നമ്മുടെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ ചേർക്കുന്നത്, മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ പദാർത്ഥങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് പദാർത്ഥങ്ങളുടെ ഘടനയാണ്. വാണിജ്യ പ്രൊപ്പൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ ബ്ലെൻഡ് അല്ലെങ്കിൽ ബ്യൂട്ടൈൻ എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വിതരണം ചെയ്യുന്നതിനെ ആശ്രയിച്ച് ഘടന വ്യത്യാസപ്പെട്ട് ഇരിക്കും. നമ്മൾ അന്തരീക്ഷത്തിലേക്ക് LPG തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാവും? ഇല്ല. കാരണം എന്താണ്? നമ്മുടെ LPG പെട്ടെന്ന് എന്ത് ചെയ്യും? ബാഷ്പീകരിക്കപ്പെടും. അപ്പോൾ ഇതാണ് പാരിസ്ഥിതിക വിവരങ്ങളിൽ പറയുന്നത്. അടുത്തായിട്ട് LPGയുടെ നിർമ്മാർജ്ജന പരിഗണനകളാണ്. LPG സിലിണ്ടറുകൾ ആവശ്യമില്ലാത്തപ്പോൾ സിലിണ്ടറിൽ സ്റ്റാമ്പ് ചെയ്ത് എന്ത് ചെയ്യണം? ഉടമസ്ഥന് എന്ത് ചെയ്യണം? തിരികെ നൽകണം. അപ്പോൾ LPGയുടെ നിർമ്മാണ പരിഗണനകളാണ്. ഇപ്പോൾ LPG സിലിണ്ടറുകൾ ആവശ്യമില്ലാത്തപ്പോൾ എന്ത് ചെയ്യുക? സിലിണ്ടറിൽ സ്റ്റാമ്പ് ചെയ്ത് ഉടമസ്ഥാവകാശ സ്ഥാപനത്തിന് എന്ത് ചെയ്യണം? അത് തിരികെ നൽകണമെന്നാണ് പറയുന്നത്. അടുത്ത 14ാമത്തെ പോയിൻ്റാണ് കടത്തൽ വിവരങ്ങൾ. ശരിയായ ഷിപ്പിങ്ങിൻ്റെ പേര് എന്താണ്? ദ്രവീകരിച്ച പെട്രോളിയം ഗ്യാസാണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ് ശരിയായ ഷിപ്പിംഗ് പേര്. ഏതിൻ്റെ? നമ്മുടെ LPGയുടെ. മിതമായ മർദ്ദത്തിൽ ദ്രവീകരിച്ച് ബൾക്ക് ടാങ്കുകളിലോ സിലിണ്ടറുകളിലോ ആണ് എന്ത് ചെയ്യുന്നത്? LPG കൊണ്ടുപോകും. നമുക്കറിയാം, മിതമായ മർദ്ദത്തിൽ എന്താണ്? ദ്രവീകരിച്ച് ബൾക്കായിട്ടുള്ള വലിയ ടാങ്കുകളിലോ സിലിണ്ടറുകളിലോ ആണ് എന്ത് ചെയ്യുന്നത്? LPG കൊണ്ടുപോകും. നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവരുന്നതാണ്. കൊണ്ടുപോകുന്ന LPG പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ അല്ലെങ്കിൽ രണ്ടിൻ്റെയും മിശ്രിതം ആകാം. അപ്പോൾ കൊണ്ടുപോകുന്ന LPG എന്താണ്? പ്രൊപ്പൈൻ്റെയും ബ്യൂട്ടൈൻ്റെയും അല്ലെങ്കിൽ രണ്ടിൻ്റെയും എന്താകാം? മിശ്രിതം ആകാം. അപ്പോൾ അതിൻ്റെ നിയന്ത്രണ വിവരങ്ങളാണ് അടുത്ത പോയിൻ്റ്. കണ്ടെയ്നർ നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. ജ്വലന ഉറവിടങ്ങളിൽ നിന്ന് അകറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ നിയന്ത്രണ വിവരങ്ങളെന്ന് പറയുമ്പോൾ കണ്ടെയ്നർ എന്ത് ചെയ്യുക? നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. അതേപോലെ എന്താണ്? ജ്വലന ഉറവിടങ്ങളിൽ നിന്ന് അകറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ 16ാമത്തെ ലാസ്റ്റ് പോയിൻ്റാണ് മറ്റു വിവരങ്ങളെന്ന് പറയുന്നത്. PPE, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്. ധരിക്കുന്ന ആളുടെ ശരീരത്തെ പരുക്കിൽ നിന്നോ അണുനാശിനിയിൽ നിന്നോ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത സംരക്ഷണ വസ്ത്രങ്ങൾ, ഹെൽമറ്റുകൾ, കണ്ണടകൾ എന്നിവയാണ് എന്തെന്ന് പറയുന്നത്? PPE, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ 16ാമത്തെ മറ്റു വിവരങ്ങളെന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. PPE, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്. ധരിക്കുന്ന ആളുടെ ശരീരത്തെ പരുക്കിൽ നിന്നോ അണുനാശിനിയിൽ നിന്നോ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത സംരക്ഷണ വസ്ത്രങ്ങൾ, ഹെൽമറ്റുകൾ, കണ്ണടകൾ എന്നിവയാണ് എന്തെന്ന് പറയുന്നത്? വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ അല്ലെങ്കിൽ PPE എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ MSDS LPG ഒന്നുകൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം? MSDS LPG ഒന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ MSDS LPGയുടെ ആദ്യം പറഞ്ഞത് തിരിച്ചറിയലാണ്. ഉൽപ്പന്നത്തിൻ്റെ പേര് ദ്രവീകൃത പെട്രോളിയം വാതകമാണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. വ്യാവസായിക നാമം LPG എന്നാണ്. മറ്റു പേരുകൾ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പ്രൊപ്പിലീൻ, പ്യൂറോഫാക്സ്, ബോട്ടിൽഡ് ഗ്യാസ് എന്നൊക്കെ അറിയപ്പെടും. രാസസൂത്രം എന്ന് പറയുന്നത് C3H8 ആണ്. C4H10 അതിൻ്റെ മിശ്രിതത്തെ അറിയപ്പെടും. അതിൽ രണ്ടാമത് പറഞ്ഞ ടോപ്പിക്ക് അപകട സാധ്യത അല്ലെങ്കിൽ തിരിച്ചറിയൽ. അതിൽ LPGയുടെ 10% കൂടുതലുള്ള വായുവിലെ അളവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തലകറക്കമുണ്ടാകുന്നു. 1% അളവും 10 മിനിറ്റുകൾക്കുള്ളിൽ എന്ത് ചെയ്യും? അതേ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ഉയർന്ന അളവ് ശ്വാസം മുട്ടലിന് കാരണമാകുന്നു. ചർമ്മവുമായുള്ള സമ്പർക്കത്തിൽ എന്ത് ചെയ്യുന്നു? ശീതാധിക്യത്താൽ ഉണ്ടാകുന്ന ശരീരവേഗം ഉണ്ടാകുന്നു. നമ്മുടെ സിഗ്നൽ വേർഡ് എന്താണ്? അപായം, ഡേഞ്ചറാണ്. അപായ ചിത്രം അറിയാമല്ലോ, നമ്മുടെ ഫ്ലൈമബിളും കംപ്രസ്ഡ് ഗ്യാസുമാണ്. അടുത്ത് പറഞ്ഞത് ഘടകപദാർത്ഥങ്ങളുടെ ഘടനയാണ്. അതിൽ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മിശ്രിതങ്ങൾ ഏതൊക്കെയാണ്? പ്രൊപ്പൈൻ, പ്രൊപ്പീൻ, എൻ ബ്യൂട്ടൈൻ, ഐസോ ബ്യൂട്ടൈൻ,
ഈഥെയ്ൻ 1,3-ബ്യൂട്ടാഡിൻ ഈഥൈൽ മെർക്യാപ്റ്റൻ. ഈ ഈഥൈൽ മെർക്യാപ്റ്റൻ എന്തിനാണ്? നമ്മുടെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ ചേർക്കുന്നത്, മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ പദാർത്ഥങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് പദാർത്ഥങ്ങളുടെ ഘടനയാണ്. വാണിജ്യ പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ ബ്ലെൻഡ് അല്ലെങ്കിൽ ബ്യൂട്ടൈൻ എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വിതരണം ചെയ്യുന്നതിനെ ആശ്രയിച്ച് ഘടന വ്യത്യാസപ്പെട്ട് ഇരിക്കും. അടുത്ത നാലാമത് പറഞ്ഞത് പ്രഥമ ശുശ്രൂഷ നടപടികളാണ്. അപ്പോൾ കണ്ണിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, കണ്ണിൽ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഉടനടി ധാരാളം വെള്ളം അല്ലെങ്കിൽ അണുവിമുക്തമായ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കണ്ണുകൾ കഴുകുക. 15 മിനിറ്റ് കൺപോളകൾ വേർതിരിക്കുക. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക? വൈദ്യസഹായം തേടുക. ശ്വസനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ്? LPG ശ്വസിക്കുകയാണെങ്കിൽ മലിനമായ സ്ഥലത്ത് നിന്നും വ്യക്തിയെ നീക്കം ചെയ്യുക. രക്ഷാപ്രവർത്തകനെ സംരക്ഷിക്കുവാൻ എയർലൈനർ റെസ്പിറേഷൻ അല്ലെങ്കിൽ സ്വയം വഹിക്കപ്പെടുന്ന ശ്വസന ഉപകരണം സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് SCBA ഉപയോഗിക്കുക. സാധ്യമായ സ്ഫോടനാത്മക അന്തരീക്ഷത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അടുത്ത് ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃത്രിമ ശ്വസനം പ്രയോജനപ്പെടുത്തുക. ലഭ്യമെങ്കിൽ എന്ത് ചെയ്യുക? ഓക്സിജൻ നൽകുക. ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുക. ത്വക്കിനെയാണ് ബാധിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? മലിനമായ വസ്ത്രങ്ങൾ നീക്കം ചെയ്യണം. ബാധിത പ്രദേശങ്ങൾ ധാരാളം വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യുക? 15 മിനിറ്റ് മൃദുവായി കഴുകുക. ഏതെങ്കിലും തരത്തിലുള്ള നേരിട്ടുള്ള ചൂട് എന്ത് ചെയ്യാൻ പാടില്ല? പ്രയോഗിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ഉടൻ വൈദ്യസഹായം തേടണം. അടുത്ത് പറഞ്ഞ പോയിൻ്റ് എന്താണ്? അഗ്നിശമന നടപടികളാണ്. അതിൽ അഗ്നിശമന മാധ്യമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗ്യാസിൻ്റെ ഒഴുക്ക് കെടുത്തുന്നതാണ്. സുരക്ഷിതമെങ്കിൽ എന്ത് ചെയ്യണം? സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ ടാങ്കിൻ്റെ വാൽവ് പതുക്കെ അടച്ചെന്ത് ചെയ്യണം? ഒഴുക്ക് തടയണം. അടുത്ത് പറഞ്ഞെന്താണ്? പദാർത്ഥത്തിൽ നിന്നോ മിശ്രിതത്തിൽ നിന്നോ ഉണ്ടാകുന്ന അപകടമാണ്. LPG എന്താണ്? അങ്ങേയറ്റം കത്തുന്ന വാതകമായതിനാൽ കൈകാര്യം ചെയ്യുമ്പോൾ സിഗരറ്റ്, തുറന്ന തീജ്വാലകൾ, മൊബൈൽ ഫോണുകൾ, തീപ്പൊരി ഉണ്ടാക്കുന്ന സ്വിച്ചുകൾ, ഉപകരണങ്ങൾ തുടങ്ങിയ ജ്വലന ഉറവിടങ്ങൾ ഒഴിവാക്കണം. അത് കഴിഞ്ഞ് പറഞ്ഞെന്താണ്? അഗ്നിശമന സേനാംഗങ്ങൾക്കുള്ള ഉപദേശമാണ്. സിലിണ്ടറിലെ ആന്തരിക മർദ്ദം ജ്വലന മിശ്രിതം രൂപപ്പെടുത്തുകയും സ്ഫോടനാത്മക സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യും. തീയിൽ തുറന്നിരിക്കുന്ന സിലിണ്ടറുകൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ സുരക്ഷിതമായി വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കണം. ഇൻ കേസ് ആ ഒരു സിലിണ്ടറിൽ ചൂടുള്ളതായി തോന്നുമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു സിലിണ്ടറിൻ്റെയോ അല്ലെങ്കിൽ പാത്രങ്ങളെയോ സമീപിക്കരുത്. എന്തെന്നാൽ പദാർത്ഥം വായുവിൽ സ്ഫോടനാത്മക മിശ്രിതങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. അടുത്ത് പറഞ്ഞ അപ്രതീക്ഷിതമായ പുറന്തള്ളൽ നടപടികളാണ്. അതിൽ വ്യക്തിഗത മുൻകരുതലുകൾ, സംരക്ഷിത ഉപകരണങ്ങൾ, അടിയന്തര നടപടികൾ. അതിൽ പറയുന്നത് എന്താണ്? സിലിണ്ടർ ചോർന്നാൽ പ്രദേശവാസികളെ ഒഴിപ്പിക്കണം. നിർമ്മാതാവിനെ അല്ലെങ്കിൽ വിതരണക്കാരനെ ചോർച്ചയുടെ വിവരം അറിയിക്കണം. വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ അല്ലെങ്കിൽ എന്താണ്? PPE ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പറഞ്ഞെന്താണ്? പാരിസ്ഥിതിക മുൻകരുതലുകളാണ്. അഴുക്ക് ചാലുകൾ, ബേസ്മെൻറ്റുകൾ, വർക്ക് ബിറ്റുകൾ അല്ലെങ്കിൽ പദാർത്ഥം അടിഞ്ഞുകൂടുന്നത് അപകടകരമായേക്കാവുന്ന ഏതെങ്കിലും സ്ഥലത്ത് എന്ത് ചെയ്യുക? ഇത് പ്രവേശിക്കുന്നത് തടയുക. അത് കഴിഞ്ഞ് പറഞ്ഞെന്താണ്? വൃത്തിയാക്കൽ രീതികളാണ്. അപകട സാധ്യത കുറയുന്നുവെങ്കിൽ പദാർത്ഥത്തിൻ്റെ ഒഴുക്ക് നിർത്തുക. ചോർച്ച പരിഹരിക്കാനാകാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം? സിലിണ്ടർ സുരക്ഷിതവും നന്നായി വായുസഞ്ചാരവുമായുള്ള സ്ഥലത്തേക്ക് മാറ്റുക. ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കുക. ചോർന്നതോ ഒഴുകിയതോ ആയ ദ്രാവകം ബാഷ്പീകരിക്കപ്പെടുന്നത് വരെ എന്ത് ചെയ്യുക? പ്രദേശം ഒഴിപ്പിക്കുക. ജ്വലന സ്രോതസ്സുകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക. അടുത്ത് പറഞ്ഞത് കൈകാര്യം ചെയ്യലും സംഭരണവുമാണ്. ഉപയോഗിക്കുന്നതിന് മുൻപ് ഉൽപ്പന്ന ലേബൽ ശ്രദ്ധാപൂർവം വായിക്കുക. കണ്ണ്, ശ്വാസകോശം എന്നിവയ്ക്ക് അപകടം ഒഴിവാക്കാൻ സുരക്ഷിതമായ രീതികൾ അവലംബിക്കുക. വ്യക്തിപരമായ ശുചിത്വം പാലിക്കുക. മലിനമായ പ്രദേശങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതും മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും നിരോധിക്കുക. അത് കഴിഞ്ഞ് പറഞ്ഞ എന്താണ്? സമ്പർക്ക നിയന്ത്രണങ്ങളും വ്യക്തിഗത സുരക്ഷയുമാണ്. അതിൽ എൻജിനീയറിംഗ് നിയന്ത്രണങ്ങളാണ്. ചോർന്ന വാതകത്തിൻ്റെ ശ്വസനം ഒഴിവാക്കുക. നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിലേക്ക് മാറുക. ശ്വസന സാധ്യത നിലനിൽക്കുന്നിടത്ത് മെക്കാനിക്കൽ എക്സ്പ്ലോഷർ പ്രൂഫ് എക്സ്ട്രാക്ഷൻ വെന്റിലേഷൻ നിർദ്ദേശിക്കുക. സുരക്ഷാ ഗ്ലൗസുകൾ ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നേത്ര സംരക്ഷണം ഉറപ്പാക്കണം. ഇൻസുലേറ്റഡ് അല്ലെങ്കിൽ തുകൽ കയ്യുറകൾ ധരിച്ച് ചർമ്മ സംരക്ഷണം ഉറപ്പാക്കണം. ശരീരം മുഴുവൻ ധരിക്കുന്ന എന്താണ്? PPE വസ്ത്രങ്ങൾ ധരിക്കുക. അടുത്ത് നമ്മൾ 9ാമത് പറഞ്ഞത് ഭൗതികവും രാസപരവുമായ സവിശേഷതയാണ്. LPGയുടെ സവിശേഷതയാണ് ഇവിടെ പറയുന്നത്. LPGയുടെ നിറം എന്താണ്? നിറമില്ല. ഗന്ധം എന്താണ്? LPGക്ക് ഗന്ധവുമില്ല. പക്ഷേ ഈ വാതകത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർക്കും. LPGയുടെ ജ്വലനക്ഷമത എന്താണ്? അങ്ങേയറ്റം കത്തുന്ന ജ്വലനക്ഷമതയാണ് LPGക്കുള്ളത്. LPGയുടെ തിളനില -42 ഡിഗ്രി സെൽഷ്യസ് മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഫ്ലാഷ് പോയിൻ്റ് -104 ഡിഗ്രി സെൽഷ്യസ് മുതൽ -60 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് LPGയുടെ ഫ്ലാഷ് പോയിൻ്റ്. LPGയുടെ ദ്രവണാങ്കം -188 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓട്ടോ ഇഗ്നീഷൻ താപനില
410 മുതൽ 580 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. എൽ പി ജിയുടെ ഉയർന്ന സ്ഫോടനാത്മക പരിധി 8.86%. എൽ പി ജിയുടെ കുറഞ്ഞ സ്ഫോടനാത്മക പരിധി 1.81%. എൽ പി ജിയുടെ ലയത്വം, ജലത്തിലെ ലയത്വം എങ്ങനെയാണ്? ചെറുതായി ലയിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് എൽ പി ജിയുടെ സ്ഥിരതയും പ്രതിപ്രവർത്തനത്തെയും കുറിച്ചാണ്. നിർദ്ദേശിക്കുന്ന സംഭരണ വ്യവസ്ഥകളിൽ സ്ഥിരതയുണ്ട്. പോളിമറൈസേഷൻ എൽ പി ജിക്ക് സംഭവിക്കുമോ? എൽ പി ജിക്ക് പോളിമറൈസേഷൻ സംഭവിക്കില്ല. തീപ്പൊരി, ജ്വാല, തുറന്ന ജ്വാലകൾ, മറ്റ് ജ്വലന ഉറവിടങ്ങൾ എന്നിവ ഒഴിവാക്കണം. ഓക്സിഡൈസിങ് ഏജൻറ്റുകൾ, ആസിഡുകൾ, റബ്ബർ, ഫ്ലെക്സിബിൾ ഹോസുകൾ എന്നിവയുമായി പൊരുത്തപ്പെടില്ല. സാധാരണ ലോഹങ്ങളുമായി എന്ത് ചെയ്യും? പൊരുത്തപ്പെടുന്നു. അപകടകരമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തുവാൻ പദാർത്ഥം വിഘടിക്കില്ല. അത് കഴിഞ്ഞ് പറഞ്ഞത് വിഷശാസ്ത്രപരമായ വിവരങ്ങളാണ്. അമിതമായ സമ്പർക്കം, തലകറക്കം, മയക്കം, ബലഹീനത, ക്ഷീണം, ശ്വസന ബുദ്ധിമുട്ടുകൾ, അബോധാവസ്ഥ എന്നിവയ്ക്ക് എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു. പാരിസ്ഥിതിക വിവരങ്ങൾ എന്തൊക്കെയാണ്? അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എൽ പി ജിയെ തുറന്നു വിടാൻ പറ്റും. അന്തരീക്ഷത്തിന് ഒരു പാരിസ്ഥിതിക നാശനഷ്ടങ്ങളും സംഭവിക്കുന്നില്ല. എന്താണ്? എൽ പി ജി പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് നിർമ്മാർജ്ജന പരിഗണനകളാണ്. എൽ പി ജി സിലിണ്ടറുകൾ ആവശ്യമില്ലാത്തപ്പോൾ എന്ത് ചെയ്യണം? സിലിണ്ടറിൽ സ്റ്റാമ്പ് ചെയ്ത് ആർക്ക് കൊടുക്കണം? ആ ഒരു നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് തിരികെ കൊടുക്കണം. അടുത്ത് കടത്തൽ വിവരങ്ങളാണ്. ശരിയായ ഷിപ്പിങ്ങിൻ്റെ പേര് ദ്രവീകരിച്ച പെട്രോളിയം ഗ്യാസാണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ്. മിതമായ മർദ്ദത്തിൽ ദ്രവീകരിച്ച് ബൾക്ക് ടാങ്കുകളിലോ സിലിണ്ടറുകളിലോ ആണ് എൽ പി ജി കൊണ്ടുപോകുന്ന എൽ പി ജി പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ അല്ലെങ്കിൽ രണ്ടിൻ്റെയും മിശ്രിതം ആകാം. അത് കഴിഞ്ഞ് പറയുന്നത് നിയന്ത്രണ വിവരങ്ങളാണ്. എന്താണ്? കണ്ടെയ്നർ നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. ജ്വലന ഉറവിടങ്ങളിൽ നിന്ന് അകറ്റി വയ്ക്കുക. അടുത്ത ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? 16-ാമത്തെ മറ്റ് വിവരങ്ങളാണ്. PPE. അതിലാണ് PPE പറഞ്ഞത്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്. ധരിക്കുന്ന ആളുടെ ശരീരത്തെ പരുക്കിൽ നിന്നോ അണുനാശിനിയിൽ നിന്നോ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത സംരക്ഷണ വസ്ത്രങ്ങൾ, ഹെൽമറ്റുകൾ, കണ്ണടകൾ എന്നിവയാണ് നമ്മൾ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ അല്ലെങ്കിൽ PPE എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് MSDS LPG ആണ്. ഓക്കെ ആണല്ലോ?